മൗദൂദിസം മതരാഷ്ട്രവാദമില്ലാത്ത ജമാഅത്തെ ഇസ്ലാമിയോ? ഇന്ത്യയിൽ മൗദൂദി വോട്ടിന്റെ എണ്ണമെത്ര? മതരാഷ്ട്രത്തിലേക്കുള്ള ദൂരമെത്ര? പക്ഷേ ജമാഅത്തെ ഇസ്ലാമി ലക്ഷ്യം ഉപേക്ഷിക്കുകയല്ല, കൂടുതൽ വീര്യപൂർവം ലക്ഷ്യത്തെ ലാക്കാക്കി മുന്നോട്ട് കുതിക്കുകയാണ്. മതരാഷ്ട്രവാദം കിഴിച്ചാൽ ജമാഅത്തെ ഇസ്ലാമി വട്ടപൂജ്യമാകും. അത് മറ്റാരെക്കാളും അറിയുന്നത് അവർക്ക് തന്നെയാണ്. മതേതരത്വം വിളമ്പുന്ന രാഷ്ട്രീയ നേതാക്കൾ മാത്രം ഇത് അറിയാതെ പോകുന്നു. മാളിയക്കൽ സുലൈമാൻ സഖാഫി സിറാജ് ദിനപത്രത്തിൽ എഴുതിയ വിശകലനം. 1970 മെയ് 28 ന്യൂഡൽഹിയിൽ ചേർന്ന AICC സമ്മേളനം ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ കൊണ്ടുവന്ന പ്രമേയത്തിന്റെ ഏകദേശ ഉള്ളടക്കം മൗദൂദികൾ തന്നെ പ്രസിദ്ധീകരിച്ചത് ഇങ്ങനെ വായിക്കാം. 1. RSSനെ പോലെ തന്നെ ജമാഅത്തും ഒരർദ്ധ സൈനിക സംഘടനയാണ്. 2. കോൺഗ്രസിന്റെ വിഭാവന പ്രകാരം സെക്യുലർ സമൂഹത്തിൽ ജീവിക്കാൻ ജമാഅത്തിന് അവകാശമില്ല. 3. ജമാഅത്തെ ഇസ്ലാമി വർഗീയാക്രമണത്തിന്റെയും വിദ്വേഷത്തിന്റെയും വികാരങ്ങളെ ഇളക്കിവിടുന്നു. ജമാഅത്തെ ഇസ്ലാമി 50ാം വാർഷിക പതിപ്പ്. മതരാഷ്ട്രം ഒരു പ്രഭാതത്തിൽ പൊട്ടുവീഴുകയല്ല, തേരട്ടയെ പോലെ അരിച്ചെത്തുകയാണ് ചെയ്യുക. മതരാഷ്ട്രം ഒരു പ്രഭാതത്തിൽ പൊട്ടിവീഴുകയല്ല, തേരട്ടയെ പോലെ അരിച്ചെത്തുകയാണ് ചെയ്യുക. അത് മനുഷ്യരെ പൊടുന്നനെ കൊന്നു തീർക്കുകയല്ല, അവർക്കിടയിൽ വെറുപ്പും സ്പർദ്ധയും അവധാനതാപൂർവം സൃഷ്ടിച്ചെടുക്കുകയാണ് ചെയ്യുക. മുസ്ലിം സമുദായത്തിനേൽക്കുന്ന മുറിവുകൾ പരമാവധി വലുതാക്കി പറ്റുമെങ്കിൽ കോലിട്ട് പൊളിച്ചു കാണിക്കുക. സാമുദായിക വികാരങ്ങളെ ഉത്തേജിപ്പിക്കുന്ന മൂവ്മെന്റുകളെ പിന്നിൽ നിന്ന് പ്രോത്സാഹിപ്പിക്കുക. അവസരം വരുമ്പോൾ തള്ളി താഴെയിട്ട് അവർ ഒരുക്കിയ മണ്ണിൽ മതരാഷ്ട്ര വിത്തുകൾ നടുക. കേരളത്തിൽ അബ്ദുൽ നാസർ മൈദനിക്ക് വേണ്ടി വെണ്ടക്ക് നിരത്തിയ മൗദൂദി പത്രം അതേ ലക്ഷ്യത്തോടെ സുലൈമാൻ സേട്ടുവിനെ എടുത്തുയർത്തി ഒടുവിൽ താഴെയിട്ടു. പക്ഷേ മണ്ണൊരുങ്ങുന്നുണ്ടായിരുന്നു. ബാബരിയെ ചൊല്ലി മൈദനിയും സേട്ടുവും അഴിച്ചുവിട്ട കഥയില്ലാബഹളത്തിൽ ഉരുവം കൊണ്ടത് വഴിതെറ്റിയ യൗവനം. ഒരിക്കൽ പൂട്ടാൻ പോയ പത്രം ബഗൽപൂർ കലാപം വിറ്റുതിന്ന് അതിജീവിച്ച കഥ മറ്റാരെക്കാളും മൗദൂദികൾക്കറിയാം. ഇപ്പോൾ ചാനലിനും പത്രത്തിനും കേരളത്തിൽ ഭക്ഷ്യക്ഷാമമില്ല. വർഷങ്ങളായി നട്ടുവരുന്ന വെറുപ്പ് കൃഷിവിളവായി തുടങ്ങിയിരിക്കുന്നു. പിന്നെ പുറത്തുനിന്ന് ധാരാളം വിഭവങ്ങളുണ്ട്. കുറെ കാലമായി ഗസയും അമാസുമായിരുന്നു ഷാപ്പാട്. ജമാഅത്ത് ചാനലും പത്രവും ഒരു തരം അറപ്പൻ തീറ്റ മത്സരം തന്നെയായിരുന്നു നടത്തിയത്. ഇസ്രായേലിലേക്ക് പറന്ന ഓരോ ഡ്രോണും ആഘോഷിക്കപ്പെട്ടു. ആകാശയുദ്ധത്തിൽ നിരവധി ഫലസ്തീനികൾ കൊല്ലപ്പെട്ടപ്പോഴും വീര്യം അവസാനിച്ചില്ല. കരയുദ്ധം വരട്ടെ, ഇസ്രായേൽ തീരുമെന്നായി. ചാനലും പത്രവും മത്സരിച്ച് ഹമാസിനെ ജയിപ്പിച്ചു വിട്ടു. സ്വാഭാവികമായും ഇസ്രായേൽ തോൽക്കുമല്ലോ. രണ്ടും ഒന്നാം തരം വിഭവങ്ങൾ. റേറ്റിംഗ് ഉയർന്നു വന്നു. കുറച്ചായപ്പോൾ ഗസ ഏതാണ്ട് തീരുമാനമായി. അപ്പോൾ വന്നു ഇരവാദം. സ്ത്രീകൾ, കുട്ടികൾ, ഗർഭിണികൾ, വംശനാശം. ഒട്ടും രസകരമല്ലാതിരുന്നിട്ടും അത് തിന്ന് ഏമ്പക്കമിട്ട് ഒരു തരത്തിൽ റേറ്റിംഗ് നിലനിർത്തവേ വരുന്നു ഇറാൻ താഴെക്രമത്തിൽ. ആദ്യഘട്ടം ഇറാൻ വിജയം, ഇസ്രായേൽ പരാജയം, തുടർന്ന് ഇരവാദം, വംശനാശം. സ്ത്രീകൾ, കുട്ടികൾ, ഗർഭിണികൾ എല്ലാം തിന്നു തീരുമ്പോൾ വേറെ വരുമെന്നേ പുതിയ അന്നങ്ങൾ. ഈ അന്നങ്ങളെ തിന്ന് ക്രമാനുഗതം സംഭവിക്കുന്ന മസ്തിഷ്ക പ്രക്ഷാളനത്തിൽ നിന്ന് രൂപം കൊള്ളുന്ന പ്രക്ഷുബ്ധ യൗവനത്തെ ചൂഷണം ചെയ്ത് തേരട്ടയെ പോലെ തന്നെയാണ് മതരാഷ്ട്രവാദം പ്രായപൂർത്തിയിലേക്ക് നടക്കുക. ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യപ്രഖ്യാപനം ഇഖാമത്തുദ്ദീൻ സ്പഷ്ടവും ഖണ്ഡിതവുമാണ്. അതോടൊപ്പം വിദൂരമാണ് ആ ലക്ഷ്യം. ഇന്നോ നാളെയോ അത് പൂർണ്ണമായി സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. പ്രബോധനം വിശേഷാൽ പതിപ്പ് 2017. അസാധ്യമെന്ന് മൗദൂദികൾ തന്നെ കരുതുന്ന മതരാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടിയാണ് വ്രണങ്ങൾ നക്കിയും വെറുപ്പുൽപാദിപ്പിച്ചും ഇവർ പണിയെടുക്കുന്നത്. അടിയന്തരാവസ്ഥാ കാലത്ത് ഈ മതരാഷ്ട്ര മോഹങ്ങളെയാണ് കേരള മൗദൂദികൾ പൊട്ടത്തരമെന്ന് വിളിച്ചത്. ശത്രുക്കളല്ല സ്നേഹിതന്മാർ. ഒ അബ്ദുള്ള, പേജ് 128. കൗതുകകരമായ കാര്യം ഇതാണ്. 70കളിൽ തന്നെ കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം ഇത് മനസ്സിലാക്കിയിരുന്നു. ഈ അടക്ക എടുത്ത് നടയിൽ വെച്ചാൽ അത് കവുങ്ങായി വളർന്ന് ആസനം തുളച്ച് മുകളിലേക്ക് വളർന്നു പടരുമെന്ന് അവർ തിരിച്ചറിഞ്ഞിരുന്നു. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചുവോ?
ഹുക്കൂമത്തെ ഇലാഹി ദൈവിക ഭരണം എന്ന പ്രഖ്യാപിത മുദ്രാവാക്യത്തിൽ നിന്ന് ഇഖാമത്തുദ്ദീൻ എന്ന ബദൽ വാക്യത്തിലേക്ക് പരിവർത്തനം ചെയ്തതിനെ കുറിച്ച് ജമാഅത്ത് സൈദ്ധാന്തികന്റെ വിശദീകരണം ഇങ്ങനെയാണ്. ജമാഅത്തെ ഇസ്ലാമി തങ്ങളുടെ ലക്ഷ്യം ഹുക്കൂമത്തെ ഇലാഹിയാണെന്ന് പ്രഖ്യാപിച്ചു. ദൈവത്തിന്റെ പരമാധികാരത്തിനും അനുശാസനകൾക്കും വിധേയമായ ജനാധിപത്യ ക്രമമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത്. സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ സ്ഥിതിഗതികൾ മാറി. രാജ്യം വിഭജിക്കപ്പെട്ടു. മുസ്ലിം ജനതയുടെ വലിയൊരു ഭാഗം പാകിസ്ഥാൻ എന്ന പുതിയ രാഷ്ട്രത്തിന്റെ ഭാഗമായി. ഇന്ത്യ സ്വതന്ത്ര ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടു. എങ്കിലും വിഭജനത്തിന്റെ ബാക്കി പത്രമായി രാജ്യത്തെങ്ങും ഹിന്ദുക്കൾക്കിടയിൽ കടുത്ത മുസ്ലിം വിരോധം നിലനിന്നു. ഈ സാഹചര്യം ജമാഅത്തെ ഇസ്ലാമി ഉന്നയിച്ച ഹുക്കൂമത്തെ ഇലാഹിയുടെ ഉദ്ദേശം ഇന്ത്യയിൽ ബ്രിട്ടീഷ് പൂർവ്വ മുസ്ലിം ആധിപത്യം പുനഃസ്ഥാപിക്കുകയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെടാനും കാരണമായി. ജമാഅത്ത് അതിന്റെ ലക്ഷ്യം ദൈവിക ഭരണം അവതരിപ്പിക്കാൻ പുതിയൊരു വചനം സ്വീകരിച്ചുകൊണ്ടാണ് ഈ സങ്കീർണതയെ മറികടന്നത്. അതാണ് ഇഖാമത്തുദ്ദീൻ. ഇതുവഴി ജമാഅത്ത് ലക്ഷ്യം ദൈവിക ഭരണം തെറ്റുകയായിരുന്നില്ല. പ്രത്യുത യഥാർത്ഥ ലക്ഷ്യത്തെ കൂടുതൽ കൃത്യമായി കുറിക്കുന്നതും തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യത കുറഞ്ഞതുമായ ഒരു ലക്ഷ്യവചനം കണ്ടെത്തുകയായിരുന്നു. കർമ്മകാലം ജമാഅത്തെ ഇസ്ലാമിയുടെ 75 വർഷങ്ങൾ. പേജ് 29. ജമാഅത്തെ ഇസ്ലാമി മാറിയോ? തീവ്രവാദ രാഷ്ട്രീയം ഉപേക്ഷിച്ചുവോ? കാശ്മീർ താഴ്വരയിൽ തീവ്രവാദ പ്രവർത്തനം ശക്തിപ്പെട്ടതിനു ശേഷം ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനം വർദ്ധിച്ചിട്ടുള്ളതായി പറയപ്പെടുന്നു. താഴ്വരയിലെ ഏറ്റവും ശക്തമായ തീവ്രവാദി ഗ്രൂപ്പുകളിലൊന്നായ ഹിസ്ബുൾ മുജാഹിദീൻ ജമാഅത്തെ ഇസ്ലാമി അനുകൂല ഗ്രൂപ്പാണ്. ഇതിനു പുറമെ അള്ളാഹ് ടൈഗേഴ്സ് എന്ന ഒരു സംഘത്തിനും ജമാഅത്തെ ഇസ്ലാമി രൂപം നൽകിയിട്ടുണ്ട്. വിവിധ തീവ്രവാദി ഗ്രൂപ്പുകളെ ഏകോപിപ്പിക്കുന്നതിലും ജമാഅത്തിന്റെ പങ്ക് പ്രധാനമാണ്. രാഷ്ട്രീയ മേഖലയിൽ 13 സംഘടനകൾ ചേർന്ന് തഹ്രീക്ക് ഹുരിയത്തെ കാശ്മീർ സ്വാതന്ത്ര്യ പ്രസ്ഥാനം എന്ന പേരിൽ ഒരു മുന്നണിക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. ഈ ഗ്രൂപ്പിലെ ഏറ്റവും വലിയ സംഘടന ജമാഅത്താണ്. സൈനിക മേഖലയിൽ വിവിധ സായുധ ഗ്രൂപ്പുകൾ ചേർന്ന് രൂപം നൽകിയ മുത്തഹിദ ജിഹാദ് കൗൺസിലിന്റെ ചെയർമാൻ അലി മുഹമ്മദ് ദാറും ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളിൽ ഒരാളാണത്രേ. ജമാഅത്തെ ഇസ്ലാമി 50ാം വാർഷിക പതിപ്പ്. പേജ് 140. കേരള മൗദൂദികളുടെയും കാശ്മീരി മൗദൂദികളുടെയും ലക്ഷ്യം ഒന്നാണ്. ഇന്ത്യയിൽ ദൈവിക ഭരണം. ജമാഅത്ത് രാഷ്ട്രീയത്തിന്റെ ആശയാടിത്തറ നിലകൊള്ളുന്നത് തീവ്രവാദത്തിലാണ്. RSSും ഇതേ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നു. ഇന്ത്യയിൽ ഹിന്ദുത്വ ഭരണം രണ്ടാശയങ്ങൾക്കും ഇസ്ലാമുമായോ ഹൈന്ദവ ദർശനവുമായോ ബന്ധമില്ലെന്ന് എല്ലാവർക്കും അറിയാം. എന്തിന് ഈ വിഴുപ്പ് പേറണം? മൗദൂദിസം അതിന്റെ തീവ്രവാദത്തെ ഒരേ അളവിൽ എല്ലാ സ്ഥലത്തും പ്രയോഗിക്കുകയല്ല ചെയ്യുക. കാശ്മീരിൽ തീവ്രവാദ മൂവ്മെന്റുകൾക്ക് പ്രത്യക്ഷത്തിൽ നേതൃത്വം നൽകുകയും പരസ്യമായി അത് സമ്മതിക്കുകയും ചെയ്യുമ്പോൾ തന്നെ കേരളത്തിൽ അത് ഒളിപ്പിച്ചു വെക്കാൻ അവർക്കറിയാം. ഈജിപ്തിലെ ബ്രദർഹുഡും കാശ്മീരിലെ തീവ്രവാദി ഗ്രൂപ്പുകളും അഫ്ഗാനിലെ താലിബാനും അൽഖ്വായിദ, ബോക്കോ ഹറാം ഉൾപ്പെടെയുള്ള ആഗോള തീവ്രവാദ ഗ്രൂപ്പുകളും രാഷ്ട്രീയ ഇസ്ലാമിന്റെ വേഷവും പോരാളി പരിവേഷവുമായി ജമാഅത്ത് മാധ്യമങ്ങളിൽ നിറഞ്ഞാടുന്നത് കാണാം. ഇങ്ങനെയാണ് മുസ്ലിം യൗവനത്തിന് തീ പടരുക. ഇറാനിലെ ഷിയ വിപ്ലവവും പലസ്തീനിലെ സമര പോരാട്ടങ്ങളും അറബ് വസന്തവും ഇന്ന് ഇന്ത്യയിൽ ബാബറി മസ്ജിദ് ധ്വംസനവും ബഗൽപൂർ കലാപവും CAA NRC വിരുദ്ധ സമരങ്ങളുമെല്ലാം തരാതരം ഉപയോഗിച്ചാണ് ജമാഅത്തെ ഇസ്ലാമി അതിന്റെ രാഷ്ട്രീയ പരിസരം വികസിപ്പിക്കുന്നത്. അല്പം മതേതരമാകാനും ജമാഅത്തെ ഇസ്ലാമി ഒരുക്കമാണ്. പ്ലാച്ചിമടയിൽ പോയി രാപ്പകൽ മൈലമ്മയ്ക്ക് കൂട്ടിരിക്കുന്നതും എക്സ്പ്രസ് ഹൈവേയിലും കിനാലൂരിലും കരിമണൽ പാടങ്ങളിലും നാട്ടുകാരെ തള്ളിയിട്ട് മുന്നിൽ കയറി നിൽക്കുന്നതും ഇതിന്റെ ഭാഗമാണ്. എന്തിനാണ് മൗദൂദിയ യൗവനം ആർത്തുതുള്ളി മതേതരത്വം ഉദ്ഘോഷിക്കുന്നത്? ദീനും ഇലാവും സംഘടനാ ശരീരത്തിൽ നിന്ന് കുടഞ്ഞെറിഞ്ഞതെന്തിന്? വെൽഫെയർ പാർട്ടിക്ക് നിലമൊരുക്കുകയായിരുന്നു ലക്ഷ്യം. ഇത്തരം കപട രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ വേണം മൗദൂദിയെ തള്ളിയും മതരാഷ്ട്രത്തെ നിരാകരിച്ചുമുള്ള മൗദൂദിയൻ നിലപാടുകളെ വായിക്കാൻ. ജമാഅത്ത് ലക്ഷ്യം തെറ്റുകയല്ല, യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് കുറുക്കുവഴികൾ തേടുകയാണ്. എന്തുകൊണ്ടെന്നാൽ ജമാഅത്തെ ഇസ്ലാമി ദേശീയ അമീർ സിറാജുൽ ഹസൻ ആണയിടുന്നത് മൗദൂദികളുമായി സഖ്യം ചേരുന്നവർ കാതുകൾ തുറന്നു കേൾക്കണം.
ഇന്തോനേഷ്യ കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ കൂടുതലുള്ളത് ഇന്ത്യയിലാണ്. ഇവിടെ ഹിന്ദുക്കൾ യഥാർത്ഥ ഇസ്ലാമിനെ അറിയാൻ ദാഹിച്ചുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിങ്ങൾ ഇസ്ലാം പ്രചരിപ്പിക്കാൻ അവരുടെ പരമാവധി ശക്തി ഉപയോഗിക്കുകയാണെങ്കിൽ 20 വർഷം കൊണ്ട് ഇന്ത്യയെ ദാറുൽ ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ കഴിയും. അദ്ദഅ്വ മാസിക 2004 നവംബർ 18. ഓർക്കണം, പ്രസ്താവന വന്ന് 20 വർഷം പിന്നിട്ടിരിക്കുന്നു. ഇന്ത്യയിൽ മൗദൂദി വോട്ടിന്റെ എണ്ണം എത്ര, മതരാഷ്ട്രത്തിലേക്കുള്ള ദൂരമെത്ര? പക്ഷേ ജമാഅത്തെ ഇസ്ലാമി ലക്ഷ്യം ഉപേക്ഷിക്കുകയല്ല, കൂടുതൽ വീര്യപൂർവം ലക്ഷ്യത്തെ ലാക്കാക്കി മുന്നോട്ട് കുതിക്കുകയാണ്. മതരാഷ്ട്രവാദം കീച്ചാൽ ജമാഅത്തെ ഇസ്ലാമി വട്ടപൂജ്യമാകും. അത് മറ്റാരേക്കാളും അറിയുന്നത് അവർക്ക് തന്നെയാണ്. മതേതരത്വം വിളമ്പുന്ന രാഷ്ട്രീയ നേതാക്കൾ മാത്രം ഇത് അറിയാതെ പോകുന്നു. ആവർത്തനം: ഇസ്ലാമിൽ രാഷ്ട്രീയമുണ്ട്, ഭരണവുമുണ്ട്. അത് മൗദൂദിയുടെ മതരാഷ്ട്രമോ തീവ്രവാദ രാഷ്ട്രീയമോ അല്ല. ഇസ്ലാം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമോ അതിന്റെ ലക്ഷ്യം ഭരണസ്ഥാപനമോ അല്ല. ഭരണമില്ലാതെയും ഇസ്ലാം നിലനിൽക്കും. ഭരണമില്ലാത്തിടത്തും മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളായി ജീവിക്കാം. മൗദൂദിയൻ മതരാഷ്ട്രവാദം ഇതിനെല്ലാം എതിരാകുന്നു.